ലക്കി ഭാസ്കറിന്റെ വിജയത്തിളക്കത്തിലാണ് ദുൽഖർ സൽമാൻ. തെലുങ്ക് സിനിമകളിലാണിപ്പോൾ ദുൽഖർ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. താരത്തിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രമാണ് സെൽവമണി സെൽവരാജ് രജനിയും സംവിധാനവും നിർവഹിക്കുന്ന കാന്ത. യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് കാന്ത ഒരുക്കിയിരിക്കുന്നത്. 1950കളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലുക്കിയ ലക്ഷ്മികാന്തൻ കൊലക്കേസ് ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിത്രത്തിൽ തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ MK ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുക എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 1934 മുതൽ 1960 വരെ സിനിമയിൽ സജീവമായിരുന്ന ജനപ്രിയ നടനും കർണാട്ടിക് ഗായകനുമായിരുന്നു MKT എന്നറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതർ. തന്റെ കരിയറിൽ 14 സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. അതിൽ 10 സിനിമകളും വൻ വിജയമായി മാറിയിരുന്നു. എന്നാൽ ലക്ഷ്മികാന്തൻ എന്ന മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി. 1950കളിൽ തമിഴ്നാട്ടിൽ ഏറെ കുപ്രസിദ്ധിയാർജിച്ച സിനിമാ ജേർണലിസ്റ്റ് ആയിരുന്നു ലക്ഷ്മികാന്തൻ. സിനിമയിലെ അറിയാക്കഥകൾ സാധാരണക്കാർക്കിടയിൽ എത്തിക്കുന്ന ലക്ഷ്മികാന്തന്റെ സിനിമ തൂത്ത് എന്ന വാരിക ത്യാഗരാജ ഭാഗവതരും സുഹൃത്തുക്കളും ചേർന്ന് പൊട്ടിച്ചിരുന്നു. എന്നാൽ ഹിന്ദുസേനൻ എന്ന പേരിൽ മറ്റൊരു വാരിക ആരംഭിച്ച ലക്ഷ്മികാന്തൻ ത്യാഗരാജ ഭാഗവതരെയും മറ്റ് നടിമാരെയും വെച്ച് അപകീർത്തികരമായ കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഭാഗവതർ ലക്ഷ്മികാന്തനെ കൊലപ്പെടുത്തുന്നത്. ഇതേ തുടർന്ന് പോലീസ് ഭാഗവതരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു. ജയിൽ മോചിതനായ ശേഷം സിനിമയിൽ നിന്നും കച്ചേരിയിൽ നിന്നും വിട്ടുനിന്ന ഭാഗവതർ പ്രമേഹം മൂലം 1959 മരണപ്പെട്ടു. ഈ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു കാന്തയുടെ പ്രഖ്യാപനം നടന്നത്. തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരിക്കും കാന്ത എന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ തന്നെ ദുൽഖർ പറഞ്ഞിരുന്നു. റാണ ദഗുബേട്ടിക്കൊപ്പം സ്വപ്ന ദത്തയും ദുൽഖർ സൽമാനും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഇതിനു മുൻപ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത മഹാനടിയിൽ സൂപ്പർ സ്റ്റാർ ജെമിനി ഗണേശനായും ദുൽഖർ സൽമാൻ എത്തിയിരുന്നു.